കഴിഞ്ഞ ക്ലാസ്സിൽ റെസിസ്റ്ററിനെ പറ്റിയാണ് പഠിച്ചത്. കപ്പാസിറ്ററിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. കപ്പാസിറ്ററിന്റെ യൂണിറ്റ് ഫാരഡ് ആണ്. മൈക്കൽ ഫാരഡെ എന്ന ശാസ്ത്രജ്ഞന്റെ പേരിനോട് മൈക്കൽ ഫാരഡെ എന്ന ശാസ്ത്രജ്ഞന്റെ പേരിനെ ഓർമ്മപ്പെടുത്തുവാനായാണ് കപ്പാസിറ്റർ അളക്കുന്നതിനുള്ള യൂണിറ്റിനെ ഫാരഡ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് കപ്പാസിറ്റർ, എന്താണ് കപ്പാസിറ്ററിന്റെ വർക്കിംഗ്, കപ്പാസിറ്ററിന്റെ പ്രവർത്തനം എന്താണ് എന്ന് നമുക്ക് ബേസിക് ആയിട്ടൊന്ന് മനസ്സിലാക്കാം. രണ്ട് മെറ്റൽ പ്ലേറ്റുകൾക്കിടയിൽ അല്ലെങ്കിൽ രണ്ട് ലോഹ തകിടുകൾക്കിടയിൽ ഒരു ഇൻസുലേറ്റർ ഇപ്പൊ ഇവിടെ രണ്ട് ലോഹ തകിടുകളാണ് ഞാൻ ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. മെറ്റൽ പ്ലേറ്റ് 1, മെറ്റൽ പ്ലേറ്റ് 2. ഇതൊരു എയർ ആണ് ഇൻസുലേറ്റർ എന്ന് വിചാരിക്കുക. ഇവിടെ എയർ ആണ്. അപ്പൊ ഇതിനിടയിൽ ഈ രണ്ട് മെറ്റൽ പ്ലേറ്റുകളിലേക്ക് നമ്മൾ ചാർജ് അപ്ലൈ ചെയ്താൽ, അതായത് വോൾട്ടേജ് അപ്ലൈ ചെയ്താൽ ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് രൂപപ്പെടും. അതായത് ഇവിടെ ചാർജ് സ്റ്റോർ ആകും. ഈ ഒരു തത്വം കണ്ടുപിടിച്ചത് മൈക്കൽ ഫാരഡെ എന്ന ശാസ്ത്രജ്ഞനാണ്. അതുകൊണ്ടാണ് കപ്പാസിറ്റൻസ് അളക്കുന്നതിനുള്ള യൂണിറ്റിനെ നമ്മൾ ഫാരഡ് എന്ന് പറയുന്നത്. ഈ ഇലക്ട്രിക് ഫീൽഡ് ഇൻസുലേറ്റർ ആയിട്ടുള്ളത് എയർ മാത്രമല്ല, അതിന് പോളിസ്റ്റർ, സെറാമിക്, ടണ്ടാലം മുതലായവയെല്ലാം ഉപയോഗിച്ച്, പേപ്പർ എല്ലാം ഉപയോഗിച്ച് കപ്പാസിറ്റർ നിർമ്മിക്കുന്നുണ്ട്. കേട്ടിട്ടുണ്ടോ? നമുക്ക് പേപ്പർ കപ്പാസിറ്റർ, പോളിസ്റ്റർ കപ്പാസിറ്റർ, ടണ്ടാലം കപ്പാസിറ്റർ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ ഇടയിൽ വരുന്ന ഈ ഒരു ഫീൽഡിനെ പറയുന്ന പേരാണ് ഡൈ ഇലക്ട്രിക്. ഈ ഇലക്ട്രിക് ഫീൽഡിനെ പറയുന്ന പേരാണ് ഡൈ ഇലക്ട്രിക്. അതാണ് ഈ കാണുന്നത് ഡൈ ഇലക്ട്രിക്. കപ്പാസിറ്ററിന്റെ മെയിൻ ഉപയോഗം എന്താണ് എന്ന് മനസ്സിലാക്കണം. കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞത് തന്നെയാണ്. ഇതിന്റെ ഒരു ചാർജിനെ സ്റ്റോർ ചെയ്യാൻ കഴിയും, അതേപോലെ ചാർജിനെ പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്യാൻ കഴിയും. ബാറ്ററി നമുക്കറിയാം, ബാറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതുക്കെ ചാർജ് ആകുന്നു, പതുക്കെ ഡിസ്ചാർജ് ആകുന്നു. കപ്പാസിറ്റർ പെട്ടെന്ന് ചാർജ് ആകുന്നു, പെട്ടെന്ന് ഡിസ്ചാർജ് ആകുന്നു. ഓക്കെ, ഇതാണ് കപ്പാസിറ്ററിന്റെ പ്രവർത്തന തത്വം. കപ്പാസിറ്ററിന്റെ കപ്പാസിറ്റൻസ്, അതായത് ചാർജിനെ സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റൻസിനെ നമ്മൾ പറയുന്ന യൂണിറ്റ് ആണ് ഫാരഡ്. അത് മൂന്ന് അളവിലാണ് വരാറുള്ളത്: മൈക്രോ ഫാരഡ്, നാനോ ഫാരഡ്, പീക്കോ ഫാരഡ്. കപ്പാസിറ്ററിന് വോൾട്ടേജ് സ്റ്റോർ ചെയ്ത് വെക്കാൻ വരുന്ന, താരതമ്യേന വോൾട്ടേജ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന രീതിയിൽ മേക്ക് ചെയ്തിരിക്കുന്ന കപ്പാസിറ്റർ 4 വോൾട്ടേജ്, 6.3 വോൾട്ടേജ്, 10 വോൾട്ടേജ്, 16 വോൾട്ടേജ്, 20 വോൾട്ടേജ്, 25 വോൾട്ടേജ്, 35 വോൾട്ടേജ്, 50 വോൾട്ടേജ്. ഈ ഒരു വോൾട്ടേജ് റേഞ്ചിലാണ് കപ്പാസിറ്റർ സാധാരണയായി മൊബൈൽ ഫോണുകളിൽ കണ്ടുവരുന്നത്. 50 വോൾട്ടേജിന് മുകളിൽ കപ്പാസിറ്റർ മൊബൈൽ ഫോണിൽ കണ്ടുവന്നിട്ടില്ല. 100 വോൾട്ടേജ് കപ്പാസിറ്റൻസ് ഉള്ള കപ്പാസിറ്റർ ഉണ്ട്, പക്ഷെ മൊബൈൽ ഫോണിൽ മാക്സിമം 50 വോൾട്ടേജ് വരെ ഉള്ളത്. ബാക്ക് ലൈറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം 50 വോൾട്ടേജ് വരെയുള്ള കപ്പാസിറ്ററുകളാണ് ഉണ്ടാകാറുള്ളത്. അതുപോലെ ചാർജ് ചെയ്യുക, പെട്ടെന്ന് ഡിസ്ചാർജ് ആകുക എന്നുള്ളത് പോലെ തന്നെ കപ്പാസിറ്ററിന് AC വോൾട്ടേജിനെ പാസ് ചെയ്യാനും DC വോൾട്ടേജിനെ ബ്ലോക്ക് ചെയ്യാനും ഉള്ള ഒരു കഴിവുണ്ട്. AC വോൾട്ടേജിനെയാണ് കപ്പാസിറ്റർ പാസ് ചെയ്യുന്നത്, അതായത് കടത്തി വിടുന്നത്. DC വോൾട്ടേജിനെ തടഞ്ഞു നിർത്തുകയാണ് ചെയ്യുന്നത്, ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. കപ്പാസിറ്റർ സ്റ്റാർട്ടിങ്ങിൽ ഒരു ഷോർട്ട് സർക്യൂട്ട് ആയിട്ടും പിന്നീട് അത് ഓപ്പൺ ആയിട്ടുമാണ് വർക്ക് ആവുക. അതായത് തുടക്കം നമ്മൾ വോൾട്ടേജ് കൊടുക്കുന്ന സമയത്ത് കപ്പാസിറ്റർ വോൾട്ടേജ് സ്റ്റോർ ആകും, പിന്നെ അത് ഓപ്പൺ ആയിട്ട് മാറും. അതുപോലെ DC സർക്യൂട്ടിൽ നമ്മൾ സീരിയസ് ആയിട്ട് കപ്പാസിറ്റർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സർക്യൂട്ട് വർക്ക് ആവൂല. DC സർക്യൂട്ടിൽ നമ്മൾ സീരിയസ് ആയിട്ട് കപ്പാസിറ്റർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സർക്യൂട്ട് ഒരു കാരണവശാലും വർക്ക് ആവൂല. ടോളറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കപ്പാസിറ്ററിന് എത്രയാണോ കപ്പാസിറ്റൻസ് ഉള്ളത് അതിനേക്കാൾ കുറച്ച് കൂടുതലും കുറച്ച് കുറവും അത് സ്റ്റോർ ചെയ്തേക്കാം. അതായത് പ്ലസ് ഓർ മൈനസ് ആ ഒരു ടോളറൻസ്, അതിന് കഴിയുന്നത്ര രീതി കപ്പാസിറ്റൻസ്. ഇപ്പോ മൈക്രോ ഫാരഡ് നമ്മൾ പറയുന്നു, ഒരു 4 മൈക്രോ ഫാരഡ് അല്ലെങ്കിൽ ഒരു 16 മൈക്രോ ഫാരഡ് എന്നുള്ള ഒരു ലെവലിൽ ഒരു അളവുണ്ട് എങ്കിൽ അതിനേക്കാളും ഒരു പെർസെന്റേജ്, പ്ലസ് ഓർ മൈനസ് പെർസെന്റേജ് കുറച്ചോ കൂടുതലോ കപ്പാസിറ്ററിനുള്ള കപ്പാസിറ്റൻസ്, അതായത് വോൾട്ടേജ് സ്റ്റോർ ചെയ്യാനുള്ള കഴിവ് ഉണ്ടാകും എന്നതാണ് ടോളറൻസ് വാല്യൂ അല്ലെങ്കിൽ ടോളറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് റെസിസ്റ്ററിനും ഉണ്ട് ഈ ടോളറൻസ്. ഒരു റെസിസ്റ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? കറണ്ടിനെ പ്രതിരോധിക്കാനാണ്. അപ്പൊ ഈ കറണ്ടിന്റെ പ്രതിരോധം എന്ന് പറയുന്നതിനും ഒരു ഒരു പ്ലസ് ഓർ മൈനസ്, ഇപ്പൊ ഒരു ഫിക്സഡ് വാല്യൂ നിർണയിച്ചിരിക്കുകയാണ് റെസിസ്റ്ററിന്. 1000 ഓം, അതായത് 1 കിലോ ഓം. ഒരു പ്ലസ് ഓർ മൈനസ് 5% or 10% കൂടുതലും പ്രതിരോധം വരാം, കുറവും പ്രതിരോധം വരാം. അതാണ് ടോളറൻസ് എന്ന് പറയുന്നത്. അതായത് ഒരു റെസിസ്റ്ററിന്റെ വാല്യൂ 1000 ആണ് എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു 1050 അല്ലെങ്കിൽ ഒരു 1100 വരാം.
അതുപോലെ ഒരു 900 850 വേണമെങ്കിലും അത് കാണിച്ചേക്കാം എന്നതാണ് അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. ബേസിക്കലി നിങ്ങൾ അതിൽ നിന്ന് ഇങ്ങനെ ഒരു ഇൻഫർമേഷനാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പൊ കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം. വോൾട്ടേജിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നു, പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്യുന്നു. അതായത് കപ്പാസിറ്റൻസ്, അതിനെ സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റൻസിനെയാണ് നമ്മൾ കപ്പാസിറ്റൻസിന് അളക്കുന്ന യൂണിറ്റ് ആണ് ഫാരഡ്, മൈക്രോ ഫാരഡ്, നാനോ ഫാരഡ്, പീക്കോ ഫാരഡ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇതിൽ നമുക്ക് മൊബൈൽ ഫോണിൽ വരുന്ന കപ്പാസിറ്ററുകൾ എന്ന് പറയുന്നത് കൂടുതലും വരുന്നത് സെറാമിക് കപ്പാസിറ്റർ ആണ്. നോൺ പോളറൈസ്ഡ് സെറാമിക് കപ്പാസിറ്ററുകളാണ് മൊബൈൽ ഫോണിൽ ഏറ്റവും കൂടുതൽ വരാറുള്ളത്. നോൺ പോളറൈസ്ഡ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവോ നെഗറ്റീവോ ഉണ്ടാകാറില്ല കപ്പാസിറ്ററിന്. അറേ കപ്പാസിറ്റർ എന്ന് കഴിഞ്ഞാൽ ഒന്നിലധികം കപ്പാസിറ്ററിനെ ഒരുമിച്ച് വെച്ചിരിക്കുന്നതാണ് അറേ കപ്പാസിറ്റർ. സെറാമിക് കപ്പാസിറ്റർ നോൺ പോളറൈസ്ഡ് ആയിരിക്കും, പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടാകാറില്ല. ടണ്ടാലം കപ്പാസിറ്ററിന് നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാകാറുണ്ട്, മൊബൈൽ ഫോണിൽ വരാറുണ്ട്. ഇപ്പോൾ അധികം വരുന്നില്ല, പക്ഷെ മുമ്പൊക്കെ ഉള്ള ഫോണുകൾ ടണ്ടാലം കപ്പാസിറ്റർ ഒരുപാട് വരാറുണ്ടായിരുന്നു. അതിൽ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടാകും. ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗമായിരിക്കും പോസിറ്റീവ്, ഇപ്പുറത്തെ ഭാഗമായിരിക്കും നെഗറ്റീവ്. ടണ്ടാലം കപ്പാസിറ്റർ. അപ്പൊ നോർമലി നമുക്ക് മൊബൈൽ ഫോണിൽ അല്ലെങ്കിൽ ബേസിക് ആയിട്ട് കപ്പാസിറ്ററിനെ പറ്റിയുള്ള ഇത്ര ഇൻഫർമേഷൻസ് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താണ് കപ്പാസിറ്റർ? AC വോൾട്ടേജിനെ കടത്തിവിടുന്നു, DC വോൾട്ടേജിനെ ബ്ലോക്ക് ചെയ്യുന്നു. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഭാഗമാണ്. AC വോൾട്ടേജിനെ കടത്തിവിടുകയും DC യെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്തത്. അതിന് DC സർക്യൂട്ടിൽ കപ്പാസിറ്റർ സീരിയസ് ആയിട്ട് കണക്ട് ചെയ്താൽ സർക്യൂട്ട് വർക്ക് ആവൂല എന്നതും ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. അത് മനസ്സിലാക്കുക. പെട്ടെന്ന് ചാർജ് ആവുന്നു, ഡിസ്ചാർജ് ആകുന്നു. കപ്പാസിറ്ററിന്റെ വാല്യൂ പറയുന്നത് ഫാരഡിലാണ്. റെസിസ്റ്ററിന്റെ വാല്യൂ പറഞ്ഞത് എന്തിലാണ്? ഓംസിലാണെങ്കിൽ കപ്പാസിറ്ററിന്റെ വാല്യൂ പറയുന്നത് ഫാരഡിലാണ്. മൈക്കൽ ഫാരഡെ എന്ന ശാസ്ത്രജ്ഞന്റെ പേരിനെ ഓർമ്മിപ്പിക്കുവാനാണ് കപ്പാസിറ്ററിന് യൂണിറ്റ് ഫാരഡ് എന്ന പറയുന്ന പേരിലേക്ക് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, മൈക്രോ ഫാരഡ്, നാനോ ഫാരഡ്, പീക്കോ ഫാരഡ്, ഈ 3 വാല്യൂലാണ് കപ്പാസിറ്ററുകൾ വരാറുള്ളത്. വോൾട്ടേജ് റേഞ്ചസ് മാക്സിമം മൊബൈൽ ഫോണിൽ വരുന്ന കപ്പാസിറ്ററുകൾക്കുള്ള വോൾട്ടേജ് റേഞ്ചസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇതിൽ 4 വോൾട്ടേജ് കപ്പാസിറ്റർ വരാറില്ല, നോർമലി വരാറില്ല. 6.3 മുതലാണ് സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. 6.3 വോൾട്ടേജ് മുതൽ 50 വോൾട്ടേജ് വരെ കപ്പാസിറ്ററുകൾ മൊബൈൽ ഫോണിൽ കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, കപ്പാസിറ്റർ. അപ്പം എന്താണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് എന്താണ് എന്ന് പറഞ്ഞു. ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ കപ്പാസിറ്ററിന്റെ 2 മെറ്റൽ പ്ലേറ്റുകൾക്കിടയിൽ നമ്മൾ ചാർജ് അപ്ലൈ ചെയ്താൽ, അതായത് വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഇടയിലുള്ള ഇൻസുലേറ്ററിന്റെ ഭാഗത്ത് ഒരു ചാർജ് സ്റ്റോർ ചെയ്യപ്പെടും. ഇതിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഈ ഫീൽഡിനെ, അതായത് ചാർജ് സ്റ്റോർ ചെയ്യപ്പെടുന്ന ഈ ഫീൽഡിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ടണ്ടാലം എന്ന് പറയുന്നത്. അതായത് ഇതിൽ ഈ ഇലക്ട്രിക് ഫീൽഡ് എന്താണോ യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ കപ്പാസിറ്ററിന്റെ പേര് പറയുന്നത്. ഇപ്പൊ ഇവിടെ ടണ്ടാലം എന്നതാണോ യൂസ് ചെയ്യുന്നതെങ്കിൽ ടണ്ടാലം കപ്പാസിറ്റർ, പേപ്പർ ആണെങ്കിൽ പേപ്പർ കപ്പാസിറ്റർ, പോളിസ്റ്റർ ആണെങ്കിൽ പോളിസ്റ്റർ കപ്പാസിറ്റർ. അങ്ങനെയാണ് ഒരു കപ്പാസിറ്ററിന്റെ പേര് തന്നെ നമ്മൾ നിശ്ചയിക്കുന്നത്. ഓക്കെ, അടുത്ത ക്ലാസ് നമുക്ക് കോയിലാണ്. കോയിലേക്ക് പോകേണ്ടതുണ്ട്. ഈ ഒരു ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് മനസ്സിലാക്കി വെച്ചിരിക്കുക, കളക്ട് ചെയ്ത് വെച്ചിരിക്കുക.